പിണറായി മന്ത്രിസഭയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി CPM കൊല്ലം ജില്ലാ സമ്മേളനം. മന്ത്രിസഭാ പരാജയമെന്ന വിമർശനം. മുൻപരിചയമുള്ളവരെ മന്ത്രിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയത് തിരിച്ചടിയായെന്ന വിമർശനം. അഞ്ചാലുമൂട്ടിൽ നിന്നുള്ള പ്രതിനിധികളാണ് വിമർശനം ഉന്നയിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി മനോജ് ചേർന്നുണ്ട്. മനോജ്, രൂക്ഷ വിമർശനമാണ് സംസ്ഥാന സർക്കാരിനെതിരെ, പ്രത്യേകിച്ചും ആഭ്യന്തര വകുപ്പിന് അധികം അല്ലെങ്കിൽ അത്തരത്തിൽ വളരെ ശക്തമായൊരു വിമർശനം തന്നെയാണ് ആഭ്യന്തര വകുപ്പിനും നേരിടേണ്ടി വരുന്നത് എന്നുള്ളൊരു കാര്യമാണ് എടുത്തു പറയേണ്ടത്. എന്താണ് മറ്റു വിവരങ്ങൾ? കഴിഞ്ഞ ദിവസം തന്നെ ഇത്തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ ഉയർന്നു വന്നിരുന്നു. അതായത് ഈ 10-ാം തീയതി മുതലാണ് ജില്ലാ സമ്മേളനം ആരംഭിച്ചത്. ഇന്ന് 2-ാം ദിനം, നാളെയാണ് സമാപിക്കുക. ഇതിനിടയിൽ റിപ്പോർട്ട് അവതരിപ്പിച്ചതിന് ശേഷം നടക്കുന്ന പൊതുചർച്ചയാണ്. 40 മണിക്കൂറോളം ഈ പൊതുചർച്ച ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ്. അതിൽ തന്നെയാണ് ഈ പ്രതിനിധികളൊക്കെ ഇത്തരത്തിലുള്ള വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. സർക്കാരിനെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനം തന്നെയാണ്. അതായത് സംസ്ഥാന മന്ത്രിസഭ പരാജയം എന്ന് തന്നെയാണ് പ്രതിനിധികൾ പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ മുൻപരിചയം ഉള്ളവരെ മന്ത്രിസ്ഥാനത്തു നിന്നും ഒഴിവാക്കിയത് തിരിച്ചടിയായി എന്നുള്ള വിലയിരുത്തലാണ്. അതോടൊപ്പം ഈ പുതുമുഖങ്ങളെ മാത്രം ഉൾപ്പെടുത്തിയ മന്ത്രിസഭ ഗുണം ചെയ്യില്ല, അതോടൊപ്പം ഈ ചെയ്തില്ല എന്നുള്ള കാര്യം തന്നെയാണ് ഓരോരുത്തരും സൂചിപ്പിച്ചിട്ടുള്ളത്. ഇതിൽ അഞ്ചാലുമൂട്ടിൽ നിന്നുള്ള പ്രതിനിധികളാണ് ഇത്തരത്തിലുള്ള വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. ഈ പൊതുചർച്ചയിൽ ഈ സർക്കാരിന്റെ പ്രതിച്ഛായ തകരാൻ ഇത്തരത്തിൽ പുതുമുഖങ്ങളെ കൊണ്ടുവന്നത് കാരണമായി എന്നുള്ള കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ ആഭ്യന്തര വകുപ്പിനും രൂക്ഷമായിട്ടുള്ള വിമർശനമുണ്ട്. കാരണം കിളിക്കൊല്ലൂർ മർദ്ദനക്കേസ് അടക്കമുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു ഈ പ്രതിനിധികളൊക്കെ ഈ വിമർശനം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അതായത് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സമാനമായിട്ടുള്ള വിഷയങ്ങൾ ഉണ്ടാകുന്നുവെന്നും അതോടൊപ്പം തന്നെ പോലീസിലെ ഇത്തരം പ്രവണതകൾ അവസാനിപ്പിക്കുവാൻ ആഭ്യന്തര വകുപ്പിന് കഴിയുന്നില്ല എന്നുമൊക്കെയായിരുന്നു. എന്തായാലും കൊല്ലത്ത് നടക്കുന്ന, അതായത് ജില്ലാ സമ്മേളനങ്ങളിൽ ആദ്യ ജില്ലാ സമ്മേളനം നടക്കുന്നത് കൊല്ലത്താണ്. അത് കഴിഞ്ഞാണ് മറ്റ് ജില്ലകളിലേക്ക് പോകുന്നത്. ഇവിടെ നടക്കുന്ന ജില്ലാ സമ്മേളനത്തിലാണ് ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ സർക്കാരിനെതിരെ ഉയർന്നിരിക്കുന്നത്. രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ തന്നെയാണ്. ഇനി അത് ഓരോ ജില്ലകളിലേക്ക് പോകുമ്പോഴും ഇതിൽ കൂടുതൽ മൂർച്ചയേറുമെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. വിഭാഗീയതയുമൊക്കെ ചേരിപ്പോരുമൊക്കെ തുടരുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ സർക്കാരിനെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനം ഉയർന്നത്. ഇത് നേരത്തെ തന്നെ, അതായത് ഈ ഓരോ പ്രതിനിധികളിൽ നിന്നും ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ, അതോടൊപ്പം തന്നെ ഈ പൊതുചർച്ചയിൽ വിമർശനങ്ങൾ കൂടുതലായും ഉണ്ടാകുമെന്നുള്ള കാര്യം അത് നേതൃനിരയ്ക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു എന്നുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ വളരെയധികം ജാഗ്രതയോടുകൂടി തന്നെയാണ് ഈ ഒരു സമ്മേളനത്തിൽ ഈ പൊതുചർച്ചയെ ഇവരൊക്കെ നോക്കിക്കാണുന്നത്. കൃത്യമായും കഴിഞ്ഞ ദിവസമൊക്കെ ഈ ഭരണത്തിനെതിരെ, അതായത് സംസ്ഥാന ഭരണത്തിനെതിരെ വിമർശനം ഉയർന്നിരുന്നു. എന്നാൽ ഇന്ന് രൂക്ഷമായി തന്നെ വിമർശനം ഉയർത്തിയിരിക്കുകയാണ് ഇതിൽ പങ്കെടുക്കുന്ന പ്രതിനിധികൾ. എന്തായാലും നാളെയാണ് സമാപനം നടക്കുക. ഈ സമാപന സമ്മേളനവും അതോടൊപ്പം തന്നെ മറ്റ് തിരഞ്ഞെടുപ്പ് പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു പൊതുചർച്ചയാണ്.